പ്രിയമുള്ളവരെ നമസ്കാരം. ഡൽഹിയിലെ CGP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഡൽഹിയിൽ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിൽ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഞരളത്ത് ഹരിഗോവിന്ദൻ പണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്. സോപാന സംഗീതം പോലെ അദ്ദേഹം പാടിയതാണ്. കൊന്നു തീർക്കാൻ ശരീരം തരാമടോ, കൊന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറച്ചുള്ളൊരാത്മാവിനെ, കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ. ഇത് ഏത് സമരത്തെ ആയാലും അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ സമരത്തിൻ്റെ അഗ്നി ആളിപ്പടരുമെന്ന പരമമായ യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം എന്നതിന് ഞരളത്ത് ഹരിഗോവിന്ദൻ്റെ ഈ ഒരു കവിത ഞാൻ പാടിക്കൊണ്ട് പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് അന്നൊരു സമരത്തെ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ, അന്ന് ഒരു സമരത്തിൽ അനുകൂല അനുഭാവം പ്രകടിപ്പിച്ചവരെ പോലീസ് കള്ളക്കേസ് കൊടുക്കി ജയിലിലടക്കാൻ ശ്രമിച്ചപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ച ഞാൻ ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ കേസെടുത്ത സമയത്ത് ഞാൻ എഴുതിയ മറ്റ് ഒരു കവിതയുണ്ട്. ആ കവിത ഇപ്രകാരമായിരുന്നു: നിങ്ങളൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ, നിങ്ങളൻ നാവിൻ്റെ വേരിറക്കൂ, നിങ്ങളീ കർണപടമധ്യഭാഗത്ത് കൂടത്തിനാലൊന്നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്നൊരു പ്രതിഷേധ കടലിനെ തല്ലിയൊതുക്കുവാൻ നോക്കിടല്ലേ, നിന്നുടെ ധാർഷ്ട്യവും ധിക്കാരവും തൂത്തെറിയാനായി ഞങ്ങളുണ്ടേ. അപ്പം ഞാനിത് പറഞ്ഞത് കേവലം കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ മാത്രമല്ല, കേവലം ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ മാത്രമല്ല, ഏതെല്ലാം പ്രദേശത്ത്, അതൊരു പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, ജില്ലാ ഭരണകൂടമായിക്കോട്ടെ, ഒരു പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അധികാരത്തിൻ്റെ ഗർവ്, അധികാരത്തിൻ്റെ ലാത്തി, അധികാരത്തിൻ്റെ കൂടം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശബ്ദം ഒരുപക്ഷെ ഒരു വലിയ അട്ടഹാസമായി മാറുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം കൂടിയാണ് 20 ദിവസത്തോളമായി ആരും ശ്രദ്ധിക്കാതെ കിടന്ന CJPയുടെ ഒരു സമരത്തിൽ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയൊടിച്ച് എത്തിച്ചേരുന്ന യുവാക്കളുടെ ഒരു വലിയ എന്താ പറയുക, വാക്കുകൾ ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സമരം യഥാർത്ഥത്തിൽ BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയമായി ഈ സമരം BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നത് തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പേർ എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഒരു അനലൈസേഷൻ കൂടി നടത്താനാണ് വരുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിനു മുൻപ് കേരളത്തിൽ ഒരു പറ്റം യുവാക്കൾ PSC പരീക്ഷ വഴി നിയമനം കാത്തു കിടന്ന ഒരു പറ്റം യുവാക്കൾ തങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നു എന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് സമരത്തിലേർപ്പെട്ടപ്പോൾ ആ സമരത്തിൽ അവർക്കൊപ്പം പങ്കുചേർന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച ഒരുവൻ്റെ നീതിബോധമാണ് ഇന്ന് ഈ സമരത്തെയും പിന്തുണയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. 2 അമ്മമാർ, സഹോദരിമാർ, ആശമാർ, അവർ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട്, തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്തും ആത്മാഹൂതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും പ്രതിഷേധാത്മകമായി വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് അവർ സംഘടിച്ച് നിരവധി കാലം സമരം ചെയ്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഇന്ന് CJPയെ പിന്തുണയ്ക്കാൻ പോയേക്കുന്നത് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും കൊണ്ടല്ല, മറിച്ച് സോഷ്യൽ മീഡിയ വഴി അവർക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർ എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. പക്ഷെ ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഈ കേരളത്തിലെ വിവിധ സമരങ്ങളിൽ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ, സാധാരണക്കാരനെ അടിച്ചമർത്താൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ നേരിട്ടിടപെട്ടതിൻ്റെ പോലീസ് കേസുകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ വഴി ഇടപെട്ടതായിക്കോട്ടെ, മറ്റ് രീതിയിൽ ഇടപെട്ടതായിക്കോട്ടെ, ഈ ഇടപെടലുകളെല്ലാം ചേർന്ന ഒരുവൻ്റെ ആഗ്രഹമായിരുന്നു നിയമസഭയിൽ ഇവ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണമെന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചൊരുവനാണ്. അല്ലാതെ മറ്റൊരു നേട്ടവും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഡൽഹിയിലെ യുവാക്കൾ ഈ നടത്തുന്ന സമരം എങ്ങനെയാണ് BJPക്ക് പ്രയോജനം ചെയ്യുന്നത് എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാലത്ത് ഡൽഹിയിൽ ഇതിനേക്കാളും വലിയ സമരം നടന്ന് വലിയ ആൾക്കൂട്ടം ഇതിനേക്കാളും വലിയ രീതിയിലുണ്ടായി. അങ്ങനെ ഈ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നു, ആം ആദ്മി രാഷ്ട്രീയ പാർട്ടി. ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെ വരവ് BJPക്ക് കൂടുതൽ ഗുണം ചെയ്തു, കോൺഗ്രസിന് വലിയ രീതിയിൽ ക്ഷീണം ചെയ്തു. കാരണം രാജ്യത്ത് 2 തരം രാഷ്ട്രീയം മാത്രമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒന്ന് മോദി അനുകൂല രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP അനുകൂല രാഷ്ട്രീയം.
2 BJP വിരുദ്ധ രാഷ്ട്രീയം. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, വിവിധ സംഘടനകളിൽപ്പെട്ടവർ, വിവിധ സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റുകളായിട്ട് നിൽക്കുന്നവർ, പുരോഗമന ആശയം കൊണ്ടു നടക്കുന്നവർ, രാജ്യവിരുദ്ധ ആശയം കൊണ്ടു നടക്കുന്നവർ, രാജ്യദ്രോഹികളായിട്ടുള്ള റിയലായിട്ടുള്ള രാജ്യദ്രോഹികൾ, രാജ്യത്തിനുള്ളിലെ വിഘടനവാദികൾ, ഇവരെല്ലാവരും കൂടി ചേരുന്ന ഒരു മോദി വിരുദ്ധത അല്ലെന്നുണ്ടെങ്കിൽ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയാൽ ഒരിടത്താണോ വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി കിടന്ന് വലിയ രീതിയിൽ വായിട്ടലയ്ക്കുന്ന റഹീം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ റഹീം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു വരട്ടെ എന്ന് റഹീം വിചാരിക്കുമോ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി തൻ്റെ മണ്ഡലത്തിൽ SPയോ BSPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെയോ ആണ് ജയസാധ്യതയെങ്കിൽ തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ അവൻ ഇവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJPക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJPയെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ഒരിക്കലും രാഷ്ട്രീയമായി BJPക്ക് ഒരു ചെറിയ ക്ഷീണം പോലും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടിയിട്ട് ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന വിഡ്ഢികൾ തിരിച്ചറിയണം. ഇനി നീതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചർച്ച നടത്തണം. അതിനുവേണ്ടി ആരെങ്കിലും മുന്നിട്ടിറങ്ങണം. അല്ലാതെ ഡൽഹിയിൽ പോയി പാവപ്പിടിച്ച ഒരു മാസം തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കുറേ പോലീസുകാരുടെ കയ്യോ കാലോ തല്ലി അടിച്ചതുകൊണ്ടോ, ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചതുകൊണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊന്നിട്ടായാലും വേണ്ടിയില്ല ഈ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാം എന്നതിന് വേണ്ടി കാത്തു കിടക്കുന്ന കുറേ രാജ്യദ്രോഹികൾക്ക് വളമാവുകയോ ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാവുന്നത് വരെ നിങ്ങൾ ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതുമൂലം നിങ്ങൾക്ക് രാഷ്ട്രീയമായി BJPയെയും അല്ലെങ്കിൽ NDAയും ഒക്കെ ഇല്ലാതാക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ രാജ്യത്ത് ഉപ്പുവച്ച കലം പോലെ ഇല്ലാതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ വിഡ്ഢികൾ പറയുന്നതും കേട്ട്, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയറിയാം. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നതായിരുന്നു കഴിഞ്ഞ കുറേ നാളത്തെ ചർച്ച. ഒരിക്കലും ഈ രാജ്യത്തൊരു പ്രശ്നമുണ്ടായ സമയത്തൊന്നും തന്നെ ഈ മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിട്ടില്ല. യാതൊരു പ്രതിബദ്ധതയോ യാതൊരു സാമൂഹിക ബോധമോ യാതൊരു വിഷനോ ഇല്ലാതെ കോമാളിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സുകാർക്കുണ്ടാവണം. കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും അവർ ഈ പണിയേൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ ഇവർന്നയാൾ നശിപ്പിച്ചില്ലാതാക്കി കളയും. കേരളത്തിലൊരു VD സതീശൻ്റെ തിരിച്ചുവരവ്, VD സതീശൻ വന്നതുകൊണ്ടും പിണറായി വിജയൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും കോൺഗ്രസിന് അധികാരം ലഭിച്ചു എന്നത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ രാജ്യത്തൊന്നും കോൺഗ്രസിനെ ഒരു മനുഷ്യനും വിശ്വാസത്തിലെടുക്കത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമെങ്കിലുമായി മാറാൻ കോൺഗ്രസിനും കോൺഗ്രസ് ഇതര സംഘടനകൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.